ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ഡിഗ്രി. നമ്മൾ എടുക്കുന്ന ഡിഗ്രിയിലോ ഒന്നിലോ അല്ല. ഇഫ് വി ഹാവ് ഒരു ഗുഡ് സ്കിൽ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലും പിന്നെ നെവർ ഗിവ് അപ്പ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഫോർ ഷുവർ നമുക്ക് എന്തും ക്രാക്ക് ചെയ്യാൻ പറ്റും. അന്നും പറഞ്ഞ് എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കും, എല്ലാ ദിവസവും സക്സസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇറങ്ങുകയേ വേണ്ട. ചില ദിവസം ഇരുന്ന് കരയേണ്ടി വരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്കിംഗ്. അതായത് നമ്മൾ രാവിലെ ഒരു കട എങ്ങനെയാണോ പുറത്തൊരു ഫിസിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ തുറന്ന് വൈകിട്ട് വരെ നമ്മൾ ഇരിക്കുന്നത് ദ സെയിം വേ ഇവിടെ വീട്ടിലിരിക്കുക. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ 100 പേര് കുറ്റം പറയാൻ കാണും. ആദ്യം അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്തോട്ടെ ഡെഫിനറ്റ്ലി കുറേ പേര് ബാക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയില്ലേമേ. അതെ, ഞങ്ങൾ എന്തൊക്കെ തുടങ്ങിയിട്ടുണ്ടോ, നമ്മളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയും, ഓ അവരത് ഇത് അങ്ങനെയൊക്കെ കുറേ പേര് പറയും. നെവർ മൈൻഡ്. നമ്മളിപ്പോൾ ഉള്ളത് നക്ഷത്ര ഓൺലൈൻ ബൈ റിയയുടെ ബ്രാൻഡ് ഓണർ റിയയുടെ കൂടെയാണ്. ഒപ്പം അമ്മ ആഗ്നസും ഉണ്ട്. റിയ 23ാമത്തെ വയസ്സിൽ തുടങ്ങിയ ബ്രാൻഡിൻ്റെ വളർച്ചയും അതിൻ്റെ നേരിട്ട സ്ട്രഗിൾസും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നക്ഷത്ര ഓൺലൈൻ ബൈ റിയ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ്. ഡ്രസ്സായിരുന്നു ഫസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്തത്. പിന്നെ ലേറ്റർ ഓൺ ഡ്രസ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പണ്ട് മുതലേ ഡ്രസ്സ് ഇടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടം ആക്സസറീസ് ഒക്കെ ചെയ്യുമ്പോഴാണ്. പിന്നെ ആക്സസറീസ് ഒരു സ്റ്റൈൽ ചെയ്യാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2-3 മാല കമ്മലിൽ തുടങ്ങിയ പരിപാടിയാണ് പിന്നെ ലേറ്റർ ഓൺ ആക്സസറീസ് ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ആയത്. അമ്മ എങ്ങനെയാണ് ഈ ബിസിനസ്സിന്റെ ഭാഗമായി വന്നത്? അമ്മ ശരിക്കും കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ ഓണത്തിന് ഹെവി ആയിട്ടൊരു മാല ഇടണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം വെയർ ചെയ്ത് ഒരു ഫോട്ടോ ഇട്ടു നക്ഷത്രയിലെ. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് വരുന്നത്. അങ്ങനെയാണ് അമ്മേനെ മോഡലാക്കുന്നത്. അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ഒരു മാല ജസ്റ്റ് ഒന്നിട്ട് ഒന്ന് കാണിക്കാവോ എന്നൊരു കസ്റ്റമർ ചോദിച്ചു. അപ്പം ഞാനൊന്ന് വെയർ ചെയ്ത് കാണിച്ചു. അത് പിന്നെ അതങ്ങ് ക്ലിക്ക്, സ്ഥിരം മോഡലായി. അങ്ങനെ അന്ന് ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് നക്ഷത്രയിൽ പുതിയൊരു മോഡൽ വന്നിരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതി. ബിക്കോസ് അതുവരെ ഞാൻ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ റാൻഡം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ അമ്മ വന്നപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അമ്മമാർക്കായി. അപ്പൊ അത് അമ്മമാരുടെ ഒരു എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഡ്രസ് ബിസിനസിന്റെ അവസ്ഥ എന്തായിരുന്നു? ഡ്രസ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇനിഷ്യലി കുറെ പർച്ചേസ് ചെയ്തു, മെറ്റീരിയൽസ് എടുത്തു. പക്ഷെ നമ്മൾ ഇനിഷ്യലി എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുമല്ലോ, നമുക്കൊരു കൃത്യമായ ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ അമ്മ ഡ്രസ്സിങ്ങിൽ കുറച്ചും കൂടി പൊളിയായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി പോയാണ് അല്ലെ നമ്മള് ബാംഗ്ലൂരൊക്കെ പോയി സംഭവമൊക്കെ എടുത്തോണ്ടൊക്കെ വന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് അത്ര അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു പെർഫെക്ഷനിലേക്ക്, ബിക്കോസ് ബിസിനസ് വന്നാൽ മാത്രമാണല്ലോ നമുക്ക് വീണ്ടും പുതിയ സ്റ്റോക്ക് എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അപ്പം അതൊരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് അതിനെ ബ്രിങ് അപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ പാരലലി നമ്മൾ ആ ടൈം പോയപ്പോൾ തന്നെ കുറച്ച് ജ്വല്ലറീസ്, അത് റാൻഡം നമ്മൾ വെയർ ചെയ്യാൻ വേണ്ടി എടുത്ത ജ്വല്ലറീസ് ആണ്. പക്ഷെ അത് സ്റ്റൈൽ ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ ഞാൻ ആലോചിച്ചു എന്നാ പിന്നെ ആക്സസറീസ് നോക്കാം. പിന്നെ ഇതിനകത്ത് എല്ലാം മെയിൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിത് ഓൺലൈനിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഇതൊരു ഷോപ്പ് വൈസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് കൊറോണ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം നമ്മൾ കോവിഡിന്റെ ടൈമിൽ അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഈ സമയത്ത് തന്നെ നമ്മൾ ഓൺലൈനും ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഓൺലൈനിന്റെ ട്രെൻഡ് വരുന്ന ഒരു ടൈമാണ്. ഇൻസ്റ്റാഗ്രാമിലെ ബിസിനസ് എന്ന് പറഞ്ഞ അന്ന് ആ സമയത്ത് ആരും ചെയ്തിട്ടില്ല. 2018 ടു ബി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇനിഷ്യൽ സ്റ്റേജിൽ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ബട്ട് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് വന്നുകൊണ്ടാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്തത്. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാനിയ അയ്യപ്പനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതായത് ഓൺലൈൻ, ബിക്കോസ് ആ സമയത്ത് നമ്മളുടെ ഒരു ബ്ലാക്ക് ത്രെഡ് ആംഗ്ലറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന സംഗതിയായിരുന്നു. സോ സാനിയ അത് കണ്ടപ്പം ലൈക്ക് സാനിയയ്ക്ക് അത് വേണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ബിക്കോസ് ആ സമയത്ത് നമ്മൾ നല്ല കമ്പനി ആയിരുന്നു. അപ്പം അങ്ങനെ സാനിയയ്ക്ക് അത് അയച്ചു കൊടുത്തു. സാനിയ അത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുന്നു. അത് നമ്മൾ പറയുന്ന ഒരു ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കാണുമല്ലോ. അപ്പം അങ്ങനെ സാനിയ സ്റ്റോറി ഇട്ടു. പെട്ടെന്ന് ആ സംഭവം റീച്ചായി. കുറേ ഓർഡേഴ്സ് വരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് എനിക്ക് ഓൺലൈനിൽ ഓർഡേഴ്സ് കിട്ടുന്നതും ഓൺലൈനിൽ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പം ആരി ചേച്ചി, ബിക്കോസ് ഞാൻ ഈ ആങ്കറിങ് മേഖലകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരൊക്കെ ആയിട്ട് കുറച്ച് പരിചയമുള്ളതുകൊണ്ട് ആരി ചേച്ചി ആര്യബടായി ആൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അവരൊന്നും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ ഭയങ്കര പെയ്ഡ് പ്രൊമോഷൻസോ കൊളാബോ ഒന്നും ചെയ്തിട്ടൊന്നും അല്ല. നാച്ചുറലി നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്.
അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ഇത് പാസ്വേഡ് സൂക്ഷിച്ചു വെക്കുക അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല. റാൻഡംലി ഒരു ദിവസം സാനി ഇടുന്നു, പെട്ടെന്ന് കുറെ ഫോളോവേഴ്സ് വരുന്നു, ബിസിനസ് വരുന്നു, ഇതൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം എൻ്റെ അക്കൗണ്ട് ടാറ്റ ബൈ പറഞ്ഞു പോയി. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെയോ പിടിച്ച് എന്തോ ക്ലിക്ക് ചെയ്യുകയോ എന്തോ സംഭവം ചെയ്തു, സംഗതി ഡിം കഴിഞ്ഞു. അങ്ങനെ അത് അവിടെ കൊണ്ട് ക്ലോസ് ആയി. പിന്നെ നമ്മളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും അഗെയിൻ 2018 അതൊക്കെ ഒരു 2-3 വീക്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. കാരണം എപ്പോഴും ഓൺലൈൻ ബിസിനസ് ആരെങ്കിലും ഒക്കെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വക കാര്യങ്ങളൊന്ന് മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട സംഭവമാണ്. നമ്മളൊന്നും ചിന്തിക്കത്തില്ലല്ലോ. ആദ്യത്തെ സമയമാണല്ലോ, ഓൺലൈൻ ബിസിനസ് വരുന്ന ടൈമേ ആണല്ലോ, ആൾക്കാർക്ക് ആർക്കും ഇതുപോലെ അറിയത്തൊന്നുമില്ല. അപ്പൊ എല്ലാവരും നിങ്ങൾ പറ്റിക്കുവോ, ദേ ആർ പേയിങ് ആക്ച്വലി 50 rupees, 50 രൂപയായിരിക്കും അവർ പേ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമ്മളൊരു 50 തവണ വി ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ജെന്യുവിൻ പീപ്പിൾ, നമ്മൾ നിങ്ങളെ പറ്റിക്കത്തില്ല. എന്നാലും അത് പിന്നെ നമുക്ക് ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. അതായത് ഒരു പുതുതായിട്ടൊരു സംഗതി വരുമ്പം എന്ത് വിശ്വസിച്ച് നമ്മൾ പൈസ ഇട്ട് കൊടുക്കും. അപ്പം അങ്ങനത്തെ സംഭവം എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഒരു ദിവസം നമ്മൾ അയക്കാൻ വൈകി കഴിയുമ്പം അതിനനുസരിച്ചുള്ള പ്രഷറാണ്. ബിക്കോസ് ഇവര് എവിടെ എൻ്റെ പ്രൊഡക്റ്റ് എവിടെ എന്തേ അങ്ങനത്തെ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതായത് 2018 കമ്പയർ ചെയ്ത് 2025 വരുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഒരു പേടിയില്ല. ബിക്കോസ് ഇത്രയും പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ ജെനുവിനിറ്റി, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം ജെനുവിനായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർ. പക്ഷെ ഇതുപോലെ തന്നെ ഫ്രോഡ് സെല്ലേഴ്സും ഉണ്ട്. അതൊക്കെ എപ്പോഴും നോക്കി വാങ്ങിക്കുക. പക്ഷെ അന്നത്തെ കമ്പയർ ചെയ്യുമ്പോൾ എന്നോട് കുറച്ച് ഈസിയാണ്. ബിസിനസ് ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഷീ വാസ് ദെയർ വിത്ത് മീ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് അന്ന് ഇങ്ങനെ ചെയ്യാം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ. ഷീ വാസ് ഹെൽപ്പിംഗ് മീ വിത്ത് എവറിത്തിങ്. അതായത് ഇപ്പം പാക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അന്ന് കുറേയൊക്കെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് കുറേ ഞാൻ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. മമ്മി മാത്രമല്ല, പപ്പയും. ഞങ്ങള് 3 പേരും കൂടെ ഉള്ള ഒരു പരിപാടിയാണ്. പപ്പേനെ അധികം ആരും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. അപ്പൊ പപ്പയാണ് ശരിക്കും പറഞ്ഞ പാക്കിങ്ങും കാര്യങ്ങളും കൊറിയർ അയക്കാൻ പോകുന്നതും ഒക്കെ പപ്പയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ടാണ് ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ. കാരണം പാരലി ഞാൻ ആങ്കറിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്യുമ്പം ഇതൊക്കെ കൃത്യസമയത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലുമൊക്കെ വേണം. ഇവര് രണ്ടുപേരും മാനേജ് ചെയ്ത് പോകുന്നുണ്ട്, ടെൻഷനൊന്നും ഇല്ല. എന്തായിരുന്നു റിയയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ, പഠനമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. കണക്ഷൻ ഉണ്ട് ഈ മേഖലയായിട്ട്. ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് വലിയ ഡിസൈനർ ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഡിസൈനിങ് ഈ പറഞ്ഞ പോലെ, പിന്നെ ഈ പറഞ്ഞ ചില സാധനങ്ങൾ നമ്മൾ മറ്റേ കണക്ടിങ് ദി ഡോട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇപ്പം +1 +2 ഒക്കെ പഠിക്കുന്ന ടൈമിൽ അന്ന് ടെറാക്കോട്ട ജ്വല്ലറി ഉണ്ടായിരുന്നു, പിന്നെ പേപ്പർ ജ്വല്ലറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് അന്ന് കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ 20 rupees ഇൻകം. അതെ, അന്ന് മുതൽ സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അന്ന് ഞാൻ നക്ഷത്ര എന്ന് പറഞ്ഞൊരു പേജ് ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേജ് ഇപ്പോഴും അവിടെ തന്നെ. പിന്നെ അതങ്ങ് വിട്ടുപോയി, പിന്നെ പഠിച്ചു അതങ്ങ് വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും സെയിം പേരിട്ടു. അഗെയിൻ ഓൺലൈൻ ഇപ്പോൾ ചെയ്യുന്നതും സെയിം പേരിട്ട്. നമ്മൾ ഇതിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് വേണ്ടിയിട്ട് ജ്വല്ലറി അല്ലെങ്കിൽ അവരെ സ്റ്റൈൽ ചെയ്യിക്കുക എന്ന് പറയുന്നത് കൂടുതൽ കസ്റ്റമറും ഞങ്ങളുടെ അമ്മമാരാണ്. അത് കറക്റ്റ് ആണ്. അമ്മമാരെ ഫോക്കസ് ചെയ്ത് ശരിക്കും ഒരു ബ്രാൻഡ് ഇല്ല. അമ്മമാർക്ക് വേണ്ടി ഒരു ഓർണമെന്റ്സ് നമുക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ചില അമ്മമാർക്കൊക്കെ ഇടാൻ മടിയായിരിക്കും. അതെ, കുറച്ച് ഒരു 40+ അല്ലെങ്കിൽ 50+ ആയി കഴിഞ്ഞാൽ അമ്മമാർക്ക് മടിയാണല്ലോ. കുറച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വരുന്നതും അങ്ങനെയാ. ഇപ്പം ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ഇടാൻ തോന്നുന്നുണ്ട്, മടി മാറി, ചിലർക്ക് മടിയായിട്ട് കാണുമ്പോൾ. അപ്പം ഞാനും അത് തന്നെ ഉദ്ദേശിച്ചു. അമ്മേനെ ഇട്ട് കാണിക്കുമ്പോൾ അവർക്ക് ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. എനിക്ക് കുറെ അങ്ങനത്തെ കുറെ മെസ്സേജസ് ഒക്കെ വരും. ക്ലോത്തിങ്ങിൽ കുറെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നോ എമൗണ്ട്? ക്ലോത്തിങ്ങിൽ അത്യാവശ്യം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. ബിക്കോസ് ഇനിഷ്യൽ സ്റ്റേജ് ആണല്ലോ, നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യമേ കൊണ്ട് കുറച്ച് പൈസയൊക്കെ അതിനകത്ത് മുടക്കിയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വാസ് ലൈക്ക് ഒരു ലോസ് തന്നെയായിരുന്നു എന്ന് പറയാൻ പറ്റും. അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അറിയാത്ത പണിക്ക് പോകരുത്. അറിയാത്ത പണിക്ക് പോകരുത് അങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കാണും. അതായത് നമുക്കിത് ഇപ്പം സക്സസ് ആക്കാം. അല്ലെ ഇപ്പം മമ്മി നല്ലോണം ഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡ്രസ്സിന്റെ ബിസിനസ് തുടങ്ങിയാൽ അത് സക്സസ് ആവും, അല്ലെങ്കിൽ എനിക്ക് ജ്വല്ലറി ഇഷ്ടമായതുകൊണ്ട് അത് അങ്ങനെയല്ല. നമ്മൾ നമ്മളെ മാത്രം ചിന്തിക്കുമ്പോഴാണ്, ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് ബിസിനസ്സിലോട്ട് ഇറങ്ങരുത്. വി ഓൾവേസ് ഹാവ് ടു തിങ്ക് അബൌട്ട് അവർ കസ്റ്റമേഴ്സ് ഫസ്റ്റ്. അവരെക്കുറിച്ചാണ് നമ്മൾ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇപ്പം അത് ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഫസ്റ്റ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് നമ്മളുടെ പൊട്ടൻഷ്യൽ ലൈൻ ഓഫ് കസ്റ്റമേഴ്സ്. എന്നിട്ട് വേണം ആ പ്രൊഡക്റ്റ് കൊണ്ടുവരാനും അത് മാർക്കറ്റ് ചെയ്യാനും. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരെല്ലാം എപ്പോഴും തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ
കസ്റ്റമർ ബേസ് എന്താണെന്നുള്ളത് എപ്പോഴും അറിഞ്ഞിരിക്കും. ഇത് നമ്മൾ കൊണ്ടുവന്നാൽ അവർക്ക് ഓക്കെ ആയിരിക്കുമോ, പിന്നെ റിസ്ക് എടുത്തും ചെയ്യണം കേട്ടോ, അല്ലാണ്ട് ഇപ്പൊ അന്നും പറഞ്ഞ് ഇപ്പം ഇത് ഇപ്പം എല്ലാം പഠിച്ച് ക്ലിയർ ആക്കി അങ്ങനെയല്ല കേട്ടോ. നമ്മളെപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം, പക്ഷെ എപ്പോഴും ചൂസ് വൈസ്ലി. അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പോൾ ഒരു ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടായി, അപ്പം ഉടനെ അടുത്തത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ധൈര്യം വേണം. അപ്പോൾ ഓർണമെന്റ്സിലേക്ക് വരുമ്പോൾ ഇത് വേണോ വേണ്ടയോ അങ്ങനെ ഒരു രണ്ട് ചിന്ത ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും, ബിക്കോസ് ടഫ് ഫേസ് ആണല്ലോ അത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരെണ്ണം നമ്മൾ ഈ പറഞ്ഞ ഉദ്ദേശിച്ച രീതിയിൽ ക്ലിക്ക് ആവാതെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കെപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വി ഹാവ് നമുക്കൊരു പർട്ടിക്കുലർ ഡ്രീം ഉണ്ട്, ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. ഞാനിപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, സാനിയ എൻ്റെ കയ്യിൽ നിന്ന് ആ ആംഗ്ലറ്റ് വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ മറ്റേ മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഐ ഓൾവേസ് വാണ്ടഡ് ടു സ്റ്റാർട്ട് ഓൺലൈൻ ബിസിനസ്. ആ സമയത്ത് ഇതിൻ്റെ ഒരു ട്രെൻഡ് തുടങ്ങി വരുന്നതേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ 2-3 പേര് മാത്രമേ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു സംഗതി വരുന്നു, അത് വർക്ക് ആവുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു വഴി തെളിഞ്ഞു വരും. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കരുത്. വി ഹാവ് ടു കീപ് ഓൺ വർക്കിംഗ്. ഈ +2 മുതൽ അല്ലെങ്കിൽ ഹൈസ്കൂൾ മുതൽ ഈ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന റിയയോട് അമ്മ എന്താണ് സാധാരണ പറയാറുള്ളത്? ഇത് പ്രോത്സാഹിപ്പിക്കാൻ റിയ അന്നേരവും പറയും, അമ്മ കണ്ടോ അമ്മ ഞാനിത് നക്ഷത്രം എൻ്റെ ബ്രാൻഡാക്കി മാറ്റുമെന്നൊക്കെ പറയുമായിരുന്നു. അന്നേ പറയുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഫ്രം ഇനിഷ്യൽ കുഞ്ഞു സ്റ്റേജിലെ മുതലേ നമുക്കൊരു സംഭവം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അല്ലല്ല, നമുക്കതിനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില ദിവസം നമ്മൾ വിചാരിക്കും എന്തിന് അങ്ങനെയൊക്കെ വിചാരിക്കും, ബട്ട് നെവർ മൈൻഡ്. ശരിക്കും ഫാഷൻ ഡിസൈനിങ് പോയത് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണോ? ഇങ്ങനെ ഇപ്പം കൂടുതലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അതായത് ക്രിയേറ്റീവായിട്ടും ഇങ്ങനത്തെ ആർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടം. അപ്പൊ അതിന്റെ ബേസിസിലാണ് പോകുന്നത്. പിന്നെ ആ സമയത്ത് നമുക്ക് ഓൾറെഡി ഒരു വിചാരം ഉണ്ടല്ലോ, ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ ഇതൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ഡിഗ്രി. നമ്മൾ എടുക്കുന്ന ഡിഗ്രിയിലോ ഒന്നിലോ അല്ല. ഇഫ് വി ഹാവ് ഒരു ഗുഡ് സ്കിൽ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലും, പിന്നെ നെവർ ഗിവ് അപ്പ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഫോർ ഷുവർ നമുക്ക് എന്തും ക്രാക്ക് ചെയ്യാൻ പറ്റും. അന്നും പറഞ്ഞ് എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കും, എല്ലാ ദിവസവും സക്സസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇറങ്ങേ വേണ്ട. ചില ദിവസം ഇരുന്ന് കരയേണ്ടി വരും. ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ബിസിനസ്സിനെ മാറ്റിമറിച്ചൊരു പോയിന്റ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഓർക്കാനോ പറയാനോ ഉണ്ടോ? ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പം മമ്മി ഈ ബിസിനസ്സിലേക്ക് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലൈക്ക് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം വരുന്ന ഒരു സംഗതിയാണ്. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നു. ഞാൻ അമ്മേനെ കളിയാക്കാം, അമ്മേനെയോ എന്റെ പൊന്നമ്മ ഇങ്ങനെ എങ്ങനെ നിർത്തും, വീഡിയോയിലൊക്കെ എങ്ങനെ നിർത്തും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളോട് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, ഞാൻ മോഡലായിട്ട് നിൽക്കാം, മാലയിട്ട് നിൽക്കാം, അല്ല എൻ്റെ ഒരു മമ്മിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എടുക്കത്തില്ല. ഒരു ശരാശരി മകളെന്ന നിലയ്ക്ക് ഇങ്ങനെ ശരാശരി മലയാളി മകളെന്ന നിലയ്ക്ക് എടുത്തു കൊടുക്കത്തില്ല. എന്തിന് എവിടെ ഇടാനാ എന്നൊക്കെ പറയും. പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണം വന്നപ്പം അന്നും ഇവിടെ കുറച്ച് മാല ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് മമ്മിക്കൊരു മാല ഇട്ട് കൊടുത്തു, ഫോട്ടോ എടുത്തു. അത് ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. അപ്പൊ അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സംഗതി ആൾക്കാര് ആ മാലയുണ്ടോ, അമ്മ ഇട്ട ആ മാലയുണ്ടോ, അമ്മ ഇട്ട മാല എന്നായി. അപ്പോഴാണ് അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ഒരു ഈ വഴിത്തിരിവ് കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്ന സംഗതിയാണിത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ അതിനെ നക്ഷത്ര, ഇപ്പോഴും നമ്മൾ പേര് നക്ഷത്ര ഓൺലൈൻ ബൈ റിയമേരും തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ആക്സസറീസ് ഫോർ യുവർ മോം എന്നുള്ള രീതിയിലേക്ക് അതിനെ റീബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അമ്മമാർക്ക് വേണ്ടി. നമ്മൾ കൂടുതൽ സെല് ചെയ്യുന്നത് പേൾസ് ആണ്. അമ്മയുടെ വീഡിയോ ഒക്കെ ഹിറ്റ് ആണ്. അമ്മയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഈ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറയുന്നത് സന്തോഷം. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നുമല്ല ഡയലോഗ് പറയുന്നത്, അപ്പൊ ആ സിറ്റുവേഷനിൽ എന്നാണ് അതനുസരിച്ചാണ്. അതെ, ഞാനിപ്പോ ഇങ്ങ് വരുന്ന വഴിക്കും ഇവര് റീൽ എടുക്കുകയായിരുന്നു. നമ്മൾ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇതിനകത്ത് ഈ ഭയങ്കര പ്രീമിയം സംഭവം ഒന്നുമില്ല. നമ്മുടെ അമ്മമാര് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള സംഗതി അത്രയേ ഉള്ളൂ. കമ്മൽ ബൈ റിയ എന്ന് പറയുന്ന ബ്രാൻഡ് തുടങ്ങാനുള്ള കാര്യം എന്താ? അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുൾ പേളിൻ്റെ മാലകൾ മാത്രം എന്നുള്ള രീതിയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തപ്പം
എനിക്ക് പക്ഷേ കമ്മലുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ എൻ്റെ വർക്കിന് പോകുമ്പോഴാണെങ്കിലും ഇയറിങ്സും കാര്യങ്ങളൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സെക്കൻഡ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടതാണ്. വളരാനും തളരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? പറഞ്ഞു കൊടുത്തേ വളരാനും തളരാതിരിക്കാനും. വളരാനാണെങ്കിൽ എന്നും നമ്മൾ വീഡിയോ ഇടണം. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നതേ ഇതാ. അമ്മയാണല്ലോ സ്ട്രാറ്റജിസ്റ്റ്. അതെ, പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ കാണണം. അവർക്ക് നമ്മൾ അതാണ് ആവശ്യം. എന്നും എന്നും കണ്ടന്റ് ഇടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ശ്രദ്ധിക്കേണ്ട ഞാൻ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓൺ ദി സ്പോട്ടിൽ എന്ത് വരുന്നു അതാണ് ഞാൻ ഡയലോഗ് പറയുന്നത്. അല്ലാതെ കാണാതെ പഠിച്ചൊന്നുമില്ല. നമ്മളിപ്പം ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ജെനുവിനിറ്റി കീപ്പ് ചെയ്യണം. ബിക്കോസ് നമ്മളുടെ കസ്റ്റമേഴ്സ് അവർ 50 രൂപയായിക്കോട്ടെ, 500 ആയിക്കോട്ടെ, 5000 രൂപയായിക്കോട്ടെ, എത്രയായിക്കോട്ടെ, അവരുടെ അടുത്ത് നമ്മൾ ജെനുവിനായിട്ട് നിൽക്കണം. ഇപ്പം ചില സമയത്ത് ഞങ്ങളിപ്പം ഓർഡർ എടുത്തിട്ട് നമ്മളുള്ള കാര്യം പറയണല്ലോ, നമ്മൾ ഓർഡർ എടുത്തിട്ട് ചില സമയത്ത് ഇപ്പം ഇവിടെയൊക്കെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെ ആരെങ്കിലുമൊക്കെ ചിലപ്പം ഓർഡർ എടുത്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ പ്രൊഡക്റ്റ് ഇവിടെ കാണത്തില്ല, അവർ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പം എനിക്ക് കൊടുക്കാൻ അവർക്ക് പ്രൊഡക്റ്റ് ഇല്ല. നമ്മളത് ജെനുവിൻ ആയിട്ട് അവരുടെ അടുത്ത് പറയുക, ഇന്ന പോലെ ഒരു സംഗതി ഉണ്ടായി, എനിക്ക് ആ പ്രൊഡക്റ്റ് തരാൻ പറ്റത്തില്ല, നമ്മൾ റീഫണ്ട് ചെയ്ത് തരുവാണ്, അല്ലെങ്കിൽ മാമിന് വേറെ പ്രൊഡക്റ്റ് നോക്കാം. അവരുടെ ഇതിനനുസരിച്ച് നമ്മൾ ജെനുവിൻ ആയിട്ട് കാര്യം പറയുക, ജെനുവിൻ ആയിട്ട് നിൽക്കുക. അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പിന്നെ അതുപോലെ ടൈംലി ഡെലിവറി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കുക. അതായത് എനിക്ക് ഇന്നോളൊരു ബുദ്ധിമുട്ട്, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ചിലപ്പോൾ ഹെൽത്തി ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഒരു ദിവസം വയ്യാണ്ടിരിക്കും, പാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും, നമ്മൾ കാര്യം പറയാം. ജെനുവിനിറ്റി ആണ് ഓൺലൈൻ ബിസിനസ്സിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് പ്രോഫിറ്റോ ഇൻകമോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഒരു ദിവസം ചിലപ്പോൾ സെയിൽ ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും, ചില ദിവസം സെയിലുള്ള ദിവസങ്ങളുണ്ടാവും. അതൊന്നും നമുക്ക് പ്രീപ്രഡിക്റ്റ് ചെയ്ത് ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഇത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വർക്കിംഗ്. അതായത് നമ്മൾ രാവിലെ ഒരു കട എങ്ങനെയാണോ പുറത്തൊരു ഫിസിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ തുറന്ന് വൈകിട്ട് വരെ നമ്മൾ ഇരിക്കുന്നത്, ദ സെയിം വേ ഇവിടെ വീട്ടിലിരിക്കുക. കുറെ പ്രൊഡക്റ്റ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ കണ്ടിരുന്നു. നമുക്ക് പിന്നെ ഇപ്പൊ അങ്ങനെ നമ്മൾ 3 മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം എന്ന്, കൊച്ചിയിലോട്ടൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ബിസിനസ് നന്നാ ഏറ്റവും വലിയ സന്തോഷം എന്താ? അതായത് മമ്മീനെ സംബന്ധിച്ചിടത്തോളം, എന്നെ ഇപ്പം മമ്മീനെ ബേസിക്കലി സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുറത്തേക്ക് അധികം വരാത്ത ഒരാളായിരുന്നു, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഓക്കെ, സോ അപ്പൊ കൊറേയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര നാണക്കാരിയാണ്. അപ്പൊ ആള് അതൊക്കെ മാറിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരോ കാര്യങ്ങളിലേക്കൊക്കെ വരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മുടെ സമയവും പോവും. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയ കുറച്ചുപേരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. 200 മുതൽ അങ്ങോട്ടേക്ക് ഒരു 2500 വരെയുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ കോംബോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ചും കൂടി, അതായത് ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യുക, അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടി പേജിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. നമ്മുടെ ബ്രാൻഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പ്രൊഡക്റ്റ് ഏതാ? ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇതാണ് ഹോട്ട് സെല്ലർ ഞങ്ങളുടെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പേൾസും അതുപോലെ തന്നെ ചെറിയ ബീഡ്സിന്റെ ആ ഒരു കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു മാലയാണ്. ഇത് അമ്മമാരുടെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ആണ്. ഇതിന്റെ തന്നെ 2 ലെയറും 3 ലെയറും ഷോർട്ടും ഒക്കെ ഉണ്ട്. പിന്നെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഇതല്ലേ മേ, ഇത് മമ്മിയുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്. അതെ, ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ മമ്മി ഓർമ്മ വരും. അതെ, ഇത് പോളിന്റെ മൾട്ടിപ്പിൾ ലെയേഴ്സ് വരുന്ന മാല. ഇതിന്റെ തന്നെ മൾട്ടി കളർ, സെയിം തന്നെ മൾട്ടി കളർ വരുന്നു. ഇതിന്റെ മൾട്ടി കളർ ഉണ്ട്. ഇത് രണ്ടും നമ്മളുടെ അത്യാവശ്യം ഒരു ഹോട്ട് സെല്ലർ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഇതും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടം മൾട്ടി കളർ ടൈപ്പ് വരുന്ന മാലകളാണ്. പിന്നെ ഇതും പേൾസ് ആൻഡ് ബീഡ്സിൽ വരുന്ന സിംഗിൾ ലെയർ. പിന്നെ ഇതിന്റെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 1 ലെയർ 2 ലെയർ 3 ലെയർ അങ്ങനെ പല ഇതിൽ വരുന്നത് കൊണ്ട്. ഒരു സംരംഭം തുടങ്ങണം, ഓൺലൈനായിട്ട് തുടങ്ങണം, ഐഡിയ ഉണ്ട്, ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒരു ചെറിയ ടെൻഷൻ, കൺഫ്യൂഷൻ, അല്ലെങ്കിൽ സക്സസ് ആവുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് റിയയുടെ അമ്മയുടെ അനുഭവത്തിൽ നിന്ന് എന്താ പറയാനുള്ളത്? ആരും മടിച്ചു നിൽക്കരുത്. നമുക്ക് 10 രൂപ കിട്ടുന്ന, ഇൻകം കിട്ടുന്ന വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്ത് വേണേലും നമുക്ക് ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ 100 പേര് കുറ്റം പറയാൻ കാണും. ആദ്യം അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്തോട്ടെ, ഡെഫിനറ്റ്ലി കുറെ പേര് ബാക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയില്ലേ അമ്മേ? അതെ, ഞങ്ങൾ എന്തൊക്കെ തുടങ്ങിയിട്ടുണ്ടോ, നമ്മളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയും, ഓ അവരത് ഇത് അങ്ങനെയൊക്കെ കുറെ പേര് പറയും. നെവർ മൈൻഡ്, ബിക്കോസ്
ആ പറയുന്ന ഒരാളും നമ്മുടെ ലൈഫിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പോകുന്നില്ല. അപ്പം നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, പിന്നെ പോകുന്ന വഴികളിൽ ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആർക്കും ദ്രോഹം ഉണ്ടാക്കുന്നതോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഗോ ഫോർവേഡ് ആൻഡ് ട്രസ്റ്റ് അവർ സെൽഫ്. നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക. പിന്നെ എവിടെയെങ്കിലും ഒരിടത്ത് തോറ്റുപോയെന്നും പറഞ്ഞിട്ട് അയ്യോ എൻ്റെ എല്ലാം പോയെന്നും പറഞ്ഞ് പോകരുത്, പിന്നെ എഴുന്നേറ്റ് പോവുക. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഉള്ള സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വീട്ടിലിരുന്ന് ചെയ്യാം. പിന്നെ പ്രായം ഒന്നും നോക്കി അയ്യോ എനിക്ക് പ്രായമായി അങ്ങനൊന്നും വിചാരിച്ചിരിക്കുകയേ ചെയ്യരുത്. നല്ല പ്രായമുള്ളവരൊക്കെ നല്ല പ്രായമുണ്ട് അന്നാലും കണ്ടില്ല നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നോർത്തൊന്നും ചെയ്യാതിരിക്കല്ലേ, അവനവന് ഇഷ്ടമുള്ളത് ചെയ്യുക. അമ്മ മോഡലായിട്ടുള്ള വീഡിയോ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെയാണ് ഓർമ്മ വരിക. ശരിക്കും എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഒരു മാലയിട്ടുകൊണ്ട് നടക്കാനായിട്ട് കുറച്ച് മടിയുള്ള ആളാണ്. അപ്പം അമ്മമാരെ ഇങ്ങനെ ഒരുക്കി നടത്തുന്നതിൽ ഈ അമ്മയ്ക്ക് വലിയ പങ്കുണ്ടല്ലേ ഇപ്പം? അതെ, കേരളത്തിലെ അമ്മമാരെയൊക്കെ ഒന്ന് മോഡേൺ ആക്കി എടുക്കുക. ഞാൻ പിന്നെ പണ്ട് മുതലേ ഇച്ചിരി ഒരുങ്ങി നടക്കുന്ന ആളാ കേട്ടോ. മമ്മിയുടെ ഒരു 7 സിസ്റ്റേഴ്സ് ആണ്. അപ്പം ഇവരെല്ലാരും ഈ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്തൊക്കെ കല്യാണത്തിനൊക്കെ വരുമ്പം എല്ലാവരും അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരാണ്. ശരിക്കും ഇത് കുറച്ച് നാൾ മുന്നേ തുടങ്ങേണ്ടതായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു. പക്ഷെ ആ ഒരു ഐഡിയ പോയില്ല. ഓർണമെന്റ് ബിസിനസ് കൂടാതെ റിയ എന്തൊക്കെയാ ചെയ്യുന്നത് ഇപ്പം? ഞാൻ ആങ്കറാണ്. ഇപ്പം താങ്കൾ ചെയ്യുന്ന പരിപാടി തന്നെ. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. മറ്റേത് ഞാൻ എപ്പോഴും അവിടെ ഇരുന്ന് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട്, ആങ്കറിങ് ചെയ്യുന്നുണ്ട്, ഇവന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. റിയയുടെ ബിസിനസ് വിശേഷങ്ങൾ എല്ലാവരും കേട്ടല്ലോ. റിയ അമ്മയെ മോഡലാക്കിക്കൊണ്ട് ബിസിനസ്സിൽ ഒരു പുതിയ ചാപ്റ്റർ തുറന്നിരിക്കുകയാണ്. റിയയുടെ ബിസിനസ് യാത്ര എല്ലാവർക്കും മാതൃകയാക്കാവുന്നതുമാണ്.